കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു ബാലനും ഗോമതിയും കൂടെ ആ കൊടൈക്കനാലിലെ കോടമഞ്ഞിൽ കൂടെ രണ്ടുപേരും നടക്കുവാണ്. പഴയ ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് നടക്കണ സമയത്ത് ബാലൻ ഗോമതിയോട് ചോദിച്ചു, അല്ല നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഒരു പക്ഷെ നിന്റെ വീട്ടുകാരുടെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിലും ചോദിക്കുക. ഇത് കേട്ടപ്പം ഗോമതി ഒരു ദേഷ്യമോ? ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അല്ല അവരുമായിട്ട് ഞാൻ കൂട്ടാവണമെന്ന് നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഗോമതി ഒന്നും മിണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞേ, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. എന്റെ ബാലേട്ടൻ എന്ത് ചെയ്യുന്നോ അതാണ്. ബാലേട്ടന് എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സിൽ അവരോടുള്ള നീരസം എത്രമാത്രം ഉണ്ടത്. ഒരു പക്ഷേങ്കിൽ അതിന് കാരണക്കാർ അവരാന്നും അറിയാം. അവര് വന്ന് ബാലേട്ടനെ എത്ര തവണ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വട്ടമല്ല 9 വട്ടം ബാലേട്ടനെ വന്ന് അപമാനിച്ചിട്ടില്ലേ, അനാഥനാന്നൊക്കെ പറഞ്ഞോണ്ട്. അത് കേട്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അനാഥനെന്ന് ആരാ പറഞ്ഞേ? ഇപ്പൊ ഞാൻ അനാഥനൊന്നും അല്ല. ഗോവിന്ദോട് ശരിയാ. ഇനി ഇപ്പൊ അവരെന്തൊക്കെ പറഞ്ഞ് എന്റെ ആങ്ങളമാര് വിളിച്ച് കളിയാക്കിയാലും ഒരിക്കലും എന്റെ ബാലേട്ടൻ അനാഥനല്ല. ഞാനുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ഇതേ ഇപ്പൊ നമ്മുടെ മരുമകളും ഉണ്ട്. പിന്നെ എങ്ങനെയാ ബാലേട്ടൻ അനാഥനാന്ന് ചോദിക്കാം. ബാലൻ പറഞ്ഞു, ശരിയാ നീ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അനാഥനല്ല. അന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ അനാഥനായിരുന്നു. പക്ഷെ നീ എന്റെ കൂടെ വന്നതിന് ശേഷം എനിക്ക് ആരൊക്കെ ഉണ്ടായെന്ന് പറയാൻ. ഇങ്ങനെ രണ്ടുപേരും കൂടെ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നടക്കുവാണ്. ഈ സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ അവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. മീനാക്ഷി പറഞ്ഞു, ആകാശെ നമുക്ക് കുറച്ചുകൂടെ ദൂരത്തേക്ക് പോയാലോ? അവിടെ കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണുമെന്ന് പറയാ. വേണ്ട, അച്ഛൻ അറിഞ്ഞ പ്രശ്നവും. അതല്ല, അച്ഛനെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവിടെ ചെല്ലണ്ടേ? ഇല്ലേ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. എന്താ ആകാശം ഇങ്ങനെ? നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വരുന്നല്ലേ, അപ്പൊ നമ്മുടേതായ ഇഷ്ടത്തിന് വേണ്ടേ നടക്കാണെന്ന് ചോദിക്കുക. എന്നാലും അതല്ലല്ലോ മീനും. അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടാണ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരോട് പറയാതല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കണേ. നമ്മൾ അധികം ദൂരേക്കൊന്നും പോകാൻ പാടില്ലെന്ന് പറയാം. ഈ സമയത്ത് മിഥുനും മുരുകനും കൂടെ ആ പുറകെ വരുന്നുണ്ട്. മിഥുന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷിയായിരുന്നു. ഈയിടെ കല്യാണം കഴിഞ്ഞുള്ളെന്ന് തോന്നേ. ഒന്ന് ഈ കാമുകന്മാരാ, സ്വർണ്ണ കാണും, എങ്ങനെ അടിച്ചു മാറ്റണം. അപ്പൊ അതിന് ഒരു തക്കം പാർത്ത് അവര് പുറകെ കൂടുക. അപ്പൊ മുരുകനോട് പറഞ്ഞു, എങ്ങനെയാലും മുരുകണ്ണ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കണമെന്ന് പറയാ. അല്ല ഇപ്പൊ എന്റെ മനസ്സിലെ പ്ലാൻ എന്താ? അത് നിങ്ങൾ നോക്കിക്കോളാൻ പറയാണ്. പിന്നീട് ഇത് നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവളുടെ അടുത്തേക്ക് എന്ന് വെച്ചിട്ട്, ഓ യുമ മിഥുനങ്ങളല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് ചോദിക്കുക. അതെ, ഞങ്ങളിവിടെ ആദ്യമായിട്ടാ വരുന്നേ. അല്ല നിങ്ങൾ എവിടുത്തുകാരെന്നൊക്കെ മിഥുനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരെയുള്ള, പക്ഷെ എനിക്കിവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ വരുമെന്ന് പറയാം. ആ പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ നല്ല പരിചയം കാണുമല്ലോ അല്ലേന്ന് ചോദിക്കാം. ഇവിടെ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിടത്തും കാണാനൊന്നും പോയില്ലേന്ന് ചോദിക്കും. ഇല്ല, കാണാനൊന്നും പോയില്ല. ഈ സമയം ഇതും പറഞ്ഞു, അതെ ഇവിടെ കാണാനായിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജംബാലി പാർക്ക് എന്ന് പറയാ. ജംബാലി പാർക്ക് അതെവിടെയാ? അത് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. ഇവിടെ വരുന്ന യുവമിഥുനങ്ങളെല്ലാം അവിടെ പോയി കാണുമെന്ന് പറയാത്. കൊള്ളാലോ, നമുക്ക് പോയാലോ ആകാശെന്ന് ചോദിക്കാം. ഈ സമയം ആകാശ് പറഞ്ഞു, വേണോ മീനാക്ഷി, നമുക്ക് പോണോന്ന് ചോദിക്കുക. എന്നാലും ആകാശം എന്താ, നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറയാണ്. എന്നാ ശരി, നിങ്ങൾ പൊയ്ക്കോളാൻ പറയണം. അല്ല അങ്ങോട്ടുള്ള വഴി എങ്ങോട്ട്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞോണ്ട് അവര് വഴി അങ്ങോട്ടാന്ന് പറഞ്ഞ് ഒരു വഴിയെ കാണിച്ചു കൊടുക്കുക. പിന്നീട് അവരവിടെ നിൽക്കുക. മുരുകൻ പറഞ്ഞ് ഇപ്പൊ തന്നെ അവരങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ആ സമയത്ത് വേണം നമുക്ക് അവരെ പിന്തുടരാനെന്ന് പറയണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ആര്യന്റെ വരവ്. ആര്യം മിഥുന്റെ അടുത്തേക്ക് വരുവാണ്. ഓഹോ, അപ്പൊ നീ ഇതുവരായിട്ട് പോയിട്ടില്ല അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, അല്ല ഞാനെന്തിനാ പോണേ? ഞാൻ എന്റെ ആവശ്യത്തിന് വന്നാൽ ഞാൻ എനിക്ക് ആവശ്യം കഴിയുമ്പോൾ മാത്രമേ പോകണമെന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, നിന്റെ കാര്യം എനിക്കറിയാം എന്താന്ന്. നീ അവളുടെ പുറകെ വന്നല്ലേടാ? എനിക്കറിയാന്ന് പറയണ ആണെങ്കിൽ നിനക്കെന്താടാ? ഇനി നിന്റെ മനസ്സിലൊരു വിചാരം കാണുമായിരിക്കും, ഞാൻ ആ മിത്രയുടെ പുറകെ വന്നാന്ന്. മിത്രയുടെ പുറകെ വന്ന നിന്നോട് ആരാ പറഞ്ഞേ? അവളുടെ പുറകെ വരാൻ എന്നാ എനിക്ക് എന്താ പ്രാന്തുണ്ടോ? എനിക്ക് വേറെ ജോലി ഇല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, കൂടുതൽ കടന്ന് ഉരുണ്ട് കളിക്കില്ലേ മിഥുനെ, എനിക്കറിയാം നിന്റെ മനസ്സിൽ ഉദ്ദേശം എന്താന്ന്. നീ പക്ക ഫ്രോഡാന്ന് അറിയാം. അതുകൊണ്ട് കൂടുതൽ ഇവിടെ കിടന്ന് കളിക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടാൻ നോക്കിയോ. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, അതൊക്കെ പറയാൻ നീ ആരടാന്ന് ചോദിക്കണം ആര്യനോട്. ഞാൻ ആരാന്നോ? ഞാൻ ആരും നിന്നെ കാണിച്ചു തരാൻ പറഞ്ഞത്. മിഥുന്റെ കോളറിനെ അവിടെ കയറി കുത്തിപ്പിടിക്കുകയാണ് അങ്ങോട്ട്. ഈ സമയം മിഥുൻ പറഞ്ഞു, വേണ്ട, കൂടുതലൊന്നും ഷോ കാണിച്ചാണ്ടല്ലോ എന്റെ കൈയുടെ ചൂട് നീ അറിയുമെന്ന് പറയണം. നീ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കണം. പിന്നീട് അവിടെ കിടന്ന് ഉന്തും തള്ളുവായി. ഈ സമയം മുരുകൻ വന്നിട്ട് പറഞ്ഞു, വേണ്ട മിഥുനെ വിട്ടേരെ, ഇമാതിരി ചീള് കേസുകളൊക്കെ എന്തിനാ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടും പിടിച്ചു മാറ്റുവാണ്. പിന്നീട് മുരുകൻ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ ടാർജറ്റ് ഇവനല്ലല്ലോ, പിന്നെന്തിനാ
ഇവനെ ഇവന്റെ പാട്ടിന് വിട്ടേരെ, സമയം കിട്ടുമ്പോൾ ഒതുക്കത്ത് നമ്മൾക്ക് ഇവനെ കൈകാര്യം ചെയ്യാന്ന് പറയണം. പിന്നീട് മിഥുൻ പറഞ്ഞു, അതെ ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, പക്ഷേങ്കിൽ അങ്ങനെ നിന്നെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നില്ല. എന്റെ കൈ കിട്ടൂടാ നിന്നെന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ആര്യൻ അങ്ങോട്ട് പോവാ. ഈ സമയം ജമ്പാലി പാർക്കെന്നും പറഞ്ഞോണ്ട് ആകാശും മീനാക്ഷി അങ്ങോട്ട് പോവാണ്. പെട്ടെന്നാണ് ആകാശിന്റെ ഫോൺ ബെല്ലടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛനെ വിളിക്കുന്നത്. മീനു ദേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയാം. എന്റെ പൊന്നാകാശേ, ദേ ആകെപ്പാടെ കുറച്ച് സമയം കിട്ടിയതാ, അപ്പോഴാണ് അച്ഛന്റെ വിളി. എന്താ മീനു, നമുക്ക് തിരികെ പോയാലോന്ന് ചോദിക്കാം. അതെന്ത് വർത്താനോ ആകാശ പറയണേ? തിരികെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജമ്പാലി പാർക്ക് കാണാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെയും അമ്മേനെയും അനുസരി എല്ലാരെയും കൂട്ടിക്കൊണ്ട് വരാം. നല്ല ഫസ്റ്റ്. എന്റെ പൊന്നാകാശേ, ഇത് നമുക്ക് രണ്ടൊക്കെ പോയി കാണാം. നമുക്ക് കുറച്ച് സമയം അങ്ങനെ കിട്ടൂലെന്ന് പറയാം. എന്നാലും അച്ഛന് വയ്യാതിരിക്കുമല്ലേ മീനു, ഈ ഒരു തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കാൻ പറയണം. പിന്നീട് ആകാശം പറഞ്ഞു, ബാ മീനു നമുക്ക് തിരികെ പോകാന്ന് പറയണം. മീനു സങ്കടവും ദേഷ്യമൊക്കെ വന്നു. മീനു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആകാശിന് വല്ലാത്ത വിഷമമൊക്കെ വന്നു. ഒരു പക്ഷേങ്കിൽ ഇവളുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ കാണാം, ഇവിടെ വരണം, ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടു നടക്കണം എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ പ്രതീക്ഷകളെല്ലാം താൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വല്ലാത്ത ടെൻഷനുമായി. അച്ഛന് ചിലപ്പോൾ വേവലാതി ഉണ്ടാവുന്നുണ്ടായിരിക്കും, ഇത്രയും ദൂരം താൻ നിങ്ങൾ നടന്നു വന്നേ. ഈ സമയം അവര് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മിഥുനും മുരുകനും ആകെപ്പാടെ നിരാശരായ മടങ്ങുവാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം അവര് തിരികെ പോകണം, അങ്ങോട്ട് പോയില്ല. അപ്പം നേരെ ആകാശം മീനാക്ഷി അങ്ങ് തിരികെ പോകുന്നുണ്ട്. ഇപ്പം മിഥുൻ വന്നിട്ട് ചെന്താ നിങ്ങള് ജമ്പാലി പാർക്ക് കാണാൻ പോകുന്നില്ല നിൽക്കും. അല്ല അത് പിന്നെ ഞങ്ങൾ എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചു. അത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനും പറയാം, അച്ഛൻ വിളിച്ചെന്ന് പറയാം. ഇത് കേട്ടതും മിഥുന്റെ മുഖത്തൊരു നിരാശ വന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. പിന്നീട് മീനാക്ഷി ആകാശം കൂടെ റിസോർട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോ മീനാക്ഷി മുഖം വീർപ്പിച്ചാൽ കയറിയിരിക്കുക. ആകാശം പറഞ്ഞു, എന്താ മീനു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞില്ലേ? അച്ഛനും അമ്മേനെ എല്ലാരും കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാലോ. പിന്നെ അച്ഛനും അമ്മേനെ കൂട്ടിക്കൊണ്ട് ഹണിമൂൺ വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞ നമുക്ക് തന്നെ വന്നാൽ മതിയെന്ന്. അങ്ങനെയാണ് ഫ്രീഡം ഒക്കെ കിട്ടിയാൽ. ഇപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേനും അവരുടെ വിളി വരും. എന്ത് ചെയ്യാൻ ആകാശം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ? എന്താ മീനു നീ എന്നോട് പിണങ്ങല്ലേ? ആകാശെ ഞാൻ പറഞ്ഞു, കുറെ ദിവസമായി ക്ഷമിച്ചോണ്ടിരിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെയായി. നീ എന്നെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് പറയുമ്പോഴും നിനക്ക് ഒന്നെങ്കിൽ പനി, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്. എന്താ ആകാശം ഇങ്ങനെ? ഞാൻ എന്റെ ഭാര്യ നിന്റെ, നീ എന്റെ കഴുത്തിൽ താലി ആർത്തിയതാ. ആ ഒരു ബോധം പോലെ നിനക്കില്ലേ? എല്ലാ പെൺകുട്ടികളെ പോലെ എനിക്ക് ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എന്നിട്ട് നീ അത് മനസ്സിലാക്കുന്ന പോലും ഇല്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ നീ എന്തിനാ ആകാശ കല്യാണം കഴിച്ചേ? ഇത്ര പേടിയുള്ള ആള് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുക ഒന്നും വേണ്ടായിരുന്നെന്ന്, നിന്റെ കൂടെ വരുവേ വേണ്ടായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷയായിട്ടാണെന്നറിയോ ഞാൻ വന്നേ എന്നും പറഞ്ഞ് മീനാക്ഷി എന്ത് ചെയ്യണം, സങ്കടപ്പെട്ട ആ കട്ടിലേക്ക് കയറി കിടക്കുവാണ്. ഇത് കണ്ടപ്പോ ആകാശിന് സഹിച്ചില്ല. ആകാശ് പോയി മീനാക്ഷിയുടെ കയ്യിലൊക്കെ പിടിക്കാൻ നോക്കി. പക്ഷേങ്കില് മീനാക്ഷി ആ കൈയൊക്കെ പിടിപ്പിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നീട് ആകാശ് പതുക്കെ മീനാക്ഷി അടുത്തേക്ക് ചെന്നു ആ കയ്യിലൊരു ഉമ്മ കൊടുക്കുവാണ്. ഇതാണിപ്പത്തേനും മീനാക്ഷി ഇങ്ങനെ നോക്കി ആകാശിനെ ഒന്ന്. അങ്ങനെ ആ നോട്ടത്തിലെല്ലാം അർത്ഥം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മീനാക്ഷി അടുത്തേക്ക് എന്നിട്ട് ആകാശ് എന്ത് ചെയ്യുകയാണ്, അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ബാലൻ ഇത്രയും കാലം ആകാശിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാറ്റിപ്പറത്തി അവർ ഒന്നാവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.